ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിൻ്റെ നാട്ടിൽ ജോസ്ഗിരിയിലാണ്. മമ്മിയുടെ ചേച്ചിയുടെ മോൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഇവിടെ എല്ലാം മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയൊരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ യാത്ര ഇങ്ങനെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല. വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും കൂടി ഞങ്ങളുടെ നാടായ കണ്ണൂരിലേക്ക് പോയതാണ്. ഒരു കുടുംബ വിവാഹത്തിൽ പങ്കെടുക്കാനായിരുന്നു ഈ യാത്ര. കല്യാണത്തിൻ്റെ സന്തോഷങ്ങളും കുടുംബ സംഗമവും കഴിഞ്ഞ് മമ്മിയുടെ മൂത്ത ചേച്ചിയുടെ മകൻ്റെ വീടായ ജോസ്ഗിരിയിലേക്ക് ഞങ്ങൾ പോയി. പക്ഷേ കണ്ണൂരിലെത്തിയ നിമിഷം മുതൽ തന്നെ കാലാവസ്ഥ മറ്റൊരു കഥ പറയുകയായിരുന്നു. കനത്ത മഴയും ശക്തമായ കാറ്റും മഴ ഒട്ടും ശമിക്കാതെ തുടർന്നുകൊണ്ടിരുന്നു. ജോസ്ഗിരിയിൽ എത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. ചില വീടുകളുടെ മുന്നിലും വശങ്ങളിലും മണ്ണിടിഞ്ഞു. ആളില്ലാത്ത വീടുകൾ പോലും അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. ഞങ്ങളുടെ വീടിന്റെ സൈഡിലും മണ്ണിടിച്ചിലുണ്ടായി. ഞങ്ങൾ താമസിച്ചിരുന്ന ജോസ്ഗിരിയിലെ, അതായത് ചെറുപുഴ ജോസ്ഗിരിയിലെ വീടിന്റെ വശങ്ങളിലും മണ്ണിടിഞ്ഞിരുന്നു. പല റോഡുകൾ മണ്ണിലടിയിലായി. ബസ് സർവീസ് നിർത്തിവെച്ചു. വാഹനങ്ങൾക്ക് പല സ്ഥലങ്ങളിലേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയായി. ഇപ്പോൾ ജോസ്ഗിരിയിൽ ഏകദേശം 150ഓളം കുടുംബമാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ വൈദ്യുതി പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല. കുടിവെള്ളത്തിനും വലിയ ക്ഷാമമാണ്. പുറത്തേക്ക് പോകണമെങ്കിൽ പലർക്കും നല്ല ദൂരം നടന്ന് എത്തേണ്ട അവസ്ഥയാണ്. ചില ഭാഗങ്ങൾ വരെ മാത്രമാണ് വാഹനങ്ങൾ പോകുന്നത്. അതിനുശേഷമുള്ള യാത്ര മുഴുവൻ കാൽനടയാണ്. ഞാനും സിബിച്ചേട്ടായും ചേർന്ന് ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയപ്പോഴാണ് വഴിയിലുടനീളം ദുരന്തത്തിന്റെ യഥാർത്ഥ മുഖം നേരിൽ കാണാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ ജോസ്ഗിരി വീടിന്റെ സൈഡിൽ മണ്ണിടിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഫാമിലീസ് എല്ലാം വേറെ വീട്ടിലേക്ക്, കസിന്റെ വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് വേറെ കസിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വഴിയിൽ കണ്ട കുറെ കാഴ്ചകളാണ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. പോയ വഴിയിലേക്ക് കാണുന്ന കാഴ്ചകൾ, നാട്ടുകാർ ഒന്നിച്ചിറങ്ങി റോഡിലുണ്ടായ മണ്ണും കല്ലും നീക്കി വഴി തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. പല സ്ഥലങ്ങളിലും JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുന്ന ജോലികൾ പുരോഗമിച്ചു. വൈദ്യുതി എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ KCBയിലെ മറ്റ് തൊഴിലാളികളും സംഘങ്ങൾ മഴ പോലും വകവയ്ക്കാതെ പ്രവർത്തിക്കുന്ന കാഴ്ചകളും കണ്ടു. അതേ യാത്രക്കിടയിൽ ചെറുപുഴ ഭാഗത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായിരുന്ന ഒരു വ്യക്തിയുടെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുന്നതിനും ഞങ്ങൾ സാക്ഷികളായി. രാജേഷ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ലൈഫ് ജാക്കറ്റ് ഊരി കൊടുത്ത് വേറൊരു വ്യക്തിക്ക് പുതുജീവൻ നൽകി. അദ്ദേഹം യാത്രയായ ആ ഒരു നിമിഷം നമ്മളും കൂടി കണ്ടപ്പോഴത്തേക്കും മനസ്സിന് വല്ലാതൊരു വേദനയായി മാറി. ഒരു ദുരന്തത്തിന്റെ യഥാർത്ഥ വേദന അക്കങ്ങളിലല്ല, ഓരോ കുടുംബത്തിന്റെയും നഷ്ടങ്ങളിലാണ് എന്ന് അത് വീണ്ടും ഓർമ്മിപ്പിച്ചു. ഈ വീഡിയോയിൽ കാണുന്നത് വെറും മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങൾ മാത്രമല്ല, ഒരു നാടിന്റെ വേദനയും അതിജീവനത്തിനായുള്ള പോരാട്ടവും പരസ്പരം കൈത്താങ്ങാകുന്ന മനുഷ്യരുടെ മനസ്സുമാണ്. ഈ ദുരന്തത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ. അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ ദുഃഖം താങ്ങാനുള്ള ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ജോസ്ഗിരിയിൽ മാത്രം കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. പല സ്ഥലങ്ങളിലും ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ദുരിതം അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളും എത്രയും വേഗം സുരക്ഷിതമായും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. പ്രതിസന്ധികളിൽ കൈകോർക്കുന്ന നാട്ടുകാർക്കും രക്ഷാപ്രവർത്തകർക്കും KCB ജീവനക്കാർക്കും പോലീസുകാർക്കും എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ ഒരു സമയത്ത് മനുഷ്യരുടെ ഐക്യമാണ് ഏറ്റവും വലിയ പ്രതീക്ഷ.